أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൂക്ഷ്മതയുള്ള തഖ്വയുള്ള ആളുകളിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ തഖ്വ കൈമുതലായി അത് നിലനിർത്തുവാൻ, അവസാനം മുഅ്മിനായി മരണപ്പെടാൻ അല്ലാഹു തആല നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജ്റ വർഷം 1446 അവസാന മാസത്തെ ആദ്യ ദിനങ്ങളിലാണ് നമ്മളുള്ളത്. അഥവാ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ. റമളാനിലെ അവസാന 10 ദിവസത്തെ പകലിനേക്കാൾ ഉത്തമമായ 10 പകലുകൾ ആണ് ദുൽഹജ്ജ് ആദ്യ 10ലേത് എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. വിശ്വാസികളായ നമ്മുടെ സൗകര്യാർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ചില സമയങ്ങൾ, ചില സന്ദർഭങ്ങൾ പ്രത്യേകമായി വിശ്വാസികൾക്ക് സംവിധാനിച്ച് അല്ലാഹു കനിഞ്ഞരുളിയിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ അത് ഏത് സമയത്തും വിശ്വാസികൾക്ക് ചെയ്യാമല്ലോ. പിന്നെന്തിനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾ, ചില ദിവസങ്ങൾ, ചില സമയങ്ങൾ അല്ലാഹു പ്രത്യേകമായി നിശ്ചയിച്ചിട്ടുള്ളത്? റമളാനിൽ ഒരു മാസം തന്നെ വിശ്വാസികൾക്ക് വേണ്ടി വ്രതാനുഷ്ഠാനം കൊണ്ട്, പ്രതിഫലങ്ങൾ കൊണ്ട് വിരുന്നൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല. ഓരോ ദിവസവും അള്ളാഹുവുമായി പ്രത്യേകമായ ബന്ധം വിളക്കി ചേർക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച 5 നേരത്തെ നമസ്കാരങ്ങൾ, വർഷത്തിൽ ഒരിക്കലെങ്കിലും, ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഒരു വിശ്വാസി ചെയ്തു തീർക്കേണ്ടുന്ന പുണ്യമായ ഹജ്ജ് കർമ്മം, ഇങ്ങനെ രാത്രികളിലെ പ്രത്യേകമായ ചില സന്ദർഭങ്ങൾ, രാത്രിയുടെ അവസാനത്തെ യാമങ്ങളിലെ വിശ്വാസിയുടെ നമസ്കാരം, ഇങ്ങനെ അല്ലാഹു തആല ചില സവിശേഷമായ സന്ദർഭങ്ങളെയും മാസങ്ങളെയും സമയങ്ങളെയും വിശ്വാസികൾക്ക് നിശ്ചയിക്കുന്നത് തൻ്റെ അടിമയെ രക്ഷിതാവിലേക്ക് കൂടുതൽ അടുപ്പിക്കുക, അവനുമായി നിതാന്തമായ ബന്ധം പുലർത്തിപ്പോവുക എന്ന അർത്ഥത്തിലാണ് അല്ലാഹു തആല ഇങ്ങനെ സന്ദർഭങ്ങൾ, സമയങ്ങൾ നമുക്ക് നൽകിയത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപഥം ചെയ്തു പറഞ്ഞ, ഒരുപക്ഷെ റമളാനാണ് സത്യം, ലൈലത്തുൽ ഖദറാണ് സത്യം എന്നുപോലും അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ലാത്ത ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ പ്രത്യേകമായി അതിലെ പ്രഭാതത്തെക്കുറിച്ച്, അതിലെ 10 രാത്രികളെക്കുറിച്ച്, അതിലെ ഒറ്റയൊറ്റയായ രാത്രികളെക്കുറിച്ച് അല്ലാഹു തആല സവിശേഷം ശപഥം ചെയ്ത് പറഞ്ഞത് ദുൽഹജ്ജിലെ 10 ദിവസങ്ങളിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വൽ ഫജ്ർ, പ്രഭാതം സാക്ഷി, വലയാലിൻ അശ്ർ, 10 രാവുകൾ സാക്ഷി, വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും സാക്ഷി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹജ്ജിലെ ദിനങ്ങളെ പ്രത്യേകമായി ശപഥം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഖസമിൻ്റെ വാവ്, സത്യം ചെയ്തുപയോഗിക്കാനുള്ള വാവ് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ സൂറത്തുകൾ തുടക്കം കുറിച്ചത് കാണാം. സൂറത്തുൽ ളുഹ അത്തരത്തിലൊരു സൂറത്താണ്.
സൂറത്ത് തീൻ അത്തരത്തിലൊരു സൂറത്താണ്. ശപഥം ചെയ്യാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച പല വസ്തുക്കളെയും പല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്താണ് വൽ ഫജ്രി വലയാലിൻ അശ്ർ, 10 രാവുകളാണ് സത്യം എന്ന് പറഞ്ഞ് ദുൽഹിജ്ജയെ പ്രത്യേകമായി അള്ളാഹു താല സ്മരിക്കുന്നതും അള്ളാഹു താല ശപഥം ചെയ്യാൻ ഉപയോഗിക്കുന്നതും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളത്രേ ദുൽഹിജ്ജയുടെ 10 രാവുകൾ അല്ലെങ്കിൽ 10 ദിവസങ്ങൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പരിചയപ്പെടുത്തുന്നുണ്ട്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ ഈ 10 ദിനങ്ങളുടെ മഹത്വം, അതിൻ്റെ കാരണം എന്താണ്? 2 കാര്യങ്ങളാണ് അതിൻ്റെ മഹത്വത്തിൻ്റെ നിദാനമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളാണ്. പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം എത്രയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ദുൽഹജ്ജിലെ പവിത്ര മാസങ്ങളെക്കാൾ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഇഷ്ടമുള്ള മറ്റൊരു മാസവും മറ്റൊരു ദിനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കില്ല. അഥവാ മറ്റേത് കർമ്മങ്ങളെക്കാളും അള്ളാഹുവിന് ഇഷ്ടം ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളാണ് എന്നാണ്. എത്രമാത്രം മുസ്ലിം ഉമ്മത്ത് അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നത് അത് മറ്റൊന്നാണ്. പ്രാധാന്യമില്ലാത്ത ദിവസങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും പ്രാധാന്യമുള്ളതിനെ അപ്രാധാന്യത്തോടുകൂടി അവഗണിച്ച് കളയുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവണത മുസ്ലിം സമാജത്തിൽ പൊതുവെ അത് കണ്ടുവരാറുണ്ട്. സാധാരണ അവരങ്ങനെ ശീലിച്ചു വരാറുണ്ട്. ഒരു ദിവസത്തിനൊക്കെ പോരിശ കൊടുക്കാൻ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകൾ 10 ദിവസമൊക്കെ എങ്ങനെയാണ്? അതുകൊണ്ടാണ് ശവ്വാലിലെ 6 നോമ്പുകൾ അവഗണിച്ചുകൊണ്ട് റജബിലെ 1 നോമ്പിന് സവിശേഷമായ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അവന് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടകരമായ ദിവസങ്ങളാണ് ദുൽഹജ്ജ് എന്നതാണ് ദുൽഹജ്ജിൻ്റെ ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത് ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമായ ദിനങ്ങൾ എന്ന് ഹദീസിൽ പരിചയപ്പെടുത്തി. മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളലു മിൻ അമലിൻ ഫീ ഹാദിഹി. അയ്യാമുൽ അശ്റിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ മികച്ച ഒരു കർമ്മവുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ഒരിക്കൽ പറയുന്നുണ്ട്. സഹാബികൾ റസൂലിനോട് ചോദിച്ചത് വലൽ ജിഹാദു, പ്രവാചകരെ അപ്പോൾ ജിഹാദോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലൽ ജിഹാദു ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു നഫ്സഹു വമാലഹു ഫലം യർജി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരവും സമ്പത്തും നൽകി ഷഹാദത്ത് വരിച്ച ഒരാൾ ഒഴികെ ബാക്കി എല്ലാ ജിഹാദിൻ്റെ വകഭേദങ്ങളും ദുൽഹജ്ജിലെ ആദ്യത്തെ 10 കർമ്മങ്ങളുടെ താഴെയാണ് വരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും മാക്സിമം അവൽ ഏത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജീവാർപ്പണമാണ്. ദുൽഹജ്ജ് 10 ദിവസങ്ങളിൽ ഒരു അമലും ചെയ്താൽ അതോളം വരില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി സഹാബാക്കൾ പ്രവാചകനോട് ചോദിച്ച സംശയമായിരുന്നു അത്. എന്തുകൊണ്ടായിരിക്കാം ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ ഇത്രമേൽ സവിശേഷത അർഹിക്കുന്നത്? ദുൽഹജ്ജിലെ 10 ദിനങ്ങൾ ഇത്രയും ശ്രേഷ്ഠമാവാനുള്ള കാരണം എന്താണ്? ഇമാം ഇബ്നു ഹജർ റഹ്മഹുല്ലാ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം. ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ ഇത്രയും ശ്രേഷ്ഠമാവാനുള്ള കാരണം അദ്ദേഹം വിശദീകരിക്കുന്നത് ലിമക്കാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീ. ഇസ്ലാമിലെ അടിസ്ഥാന ആരാധനകൾ, ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ഇബാദത്തുകൾ, നോമ്പ്, നമസ്കാരം, ദാനധർമ്മം, ഹജ്ജ്, ഇവയെല്ലാം കൂടി ഒന്നിച്ചു വരുന്ന ശ്രേഷ്ഠ ദിനങ്ങളാണ് ദുൽഹജ്ജിലെ അല്ലെങ്കിൽ അയ്യാമുൽ അശ്ർ എന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല ആ ദിവസത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഈ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഏത് അമലുകൾക്കാണ് വിശ്വാസികൾ സവിശേഷമായി പ്രാധാന്യം നൽകേണ്ടുന്നത്? സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ വിശ്വാസികൾ ആ അവസരങ്ങളെ വളരെ സതുദ്ദേശപരമായി ബോധപൂർവം ആസൂത്രണ മികവോടുകൂടി ഉപയോഗപ്പെടുത്തണമെന്ന്
ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി നമ്മോട് നിഷ്കർഷിക്കുന്നുണ്ട്. ഇഫ് അലുൽ ഖൈറ ദഹറക്കും, നിങ്ങളുടെ ആയുസ്സിൽ പരമാവധി നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കുക. വതഅറളൂ ലിനഫഹാത്തി റഹ്മത്തില്ലാ, അത്തരം സവിശേഷ സന്ദർഭങ്ങൾ വരുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ദാനങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചലയുന്നവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസി. യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി വസലുല്ലാഹ അൻ യസ്തുറ ഔറാത്തിക്കും വ അൻ യുഅമ്മിന റൗആത്തിക്കും. അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ അടിമകൾക്ക് അല്ലാഹു തആല ചിലപ്പോൾ ആ കാരുണ്യം നൽകും. അത്തരം വല്ല ദാനങ്ങളും ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ അതിനുശേഷം അവന് ദൗർഭാഗ്യം സംഭവിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ദുൽഹജ്ജിലെ 10 ദിനങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമതായി അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിക്കാൻ, പടച്ചവനെ സ്മരിക്കാനുള്ള അവസരങ്ങൾ വളരെ കൃത്യമായി നാം ഉണ്ടാക്കിയെടുക്കുകയും ആ തരത്തിലുള്ള സന്ദർഭങ്ങൾ നാം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. വിശുദ്ധ ഖുർആൻ ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞ ഒരേ ഒരു വാചകം വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്. നിങ്ങൾ എണ്ണപ്പെട്ട ഈ ദിനങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ഓർത്തുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ വർദ്ധിപ്പിക്കുക. ഫഅക്സിറൂ ഫീഹിന്ന മിനത് തക്ബീരി വത്തഹ്മീദി വത്തഹ്ലീൽ. ഈ ദിനങ്ങളിൽ നിങ്ങൾ തക്ബീർ വർദ്ധിപ്പിക്കണം, തഹ്മീദുകൾ വർദ്ധിപ്പിക്കണം, തഹ്ലീലുകൾ വർദ്ധിപ്പിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹജ്ജിലെ 10 ദിനങ്ങളെക്കുറിച്ച് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങളെ തക്ബീറുകൾ കൊണ്ട് സജീവമാക്കാൻ മുൻഗാമികൾ വലിയ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്ന് അവരുടെ ജീവിതം പരിശോധിച്ചാൽ, ദുൽഹജ്ജിലെ ആദ്യ ദിനങ്ങളിലെ അവരുടെ കർമ്മങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. മഹാനായ സഹാബി വര്യൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ മറ്റൊരു സഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ഇവർ രണ്ടുപേരും കയ്യിൽ ഒരു പൈസ പോലും കരുതാതെ, സാധനങ്ങൾ ഒന്നും തന്നെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്ന ആവശ്യമില്ലാതെ തന്നെ അവർ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയും ഉറക്ക തക്ബീർ മുഴക്കുകയും ആളുകൾ ആ തക്ബീറുകൾ കേട്ട് ഇവർ രണ്ടുപേരുടെയും തക്ബീറിന് ചുവട് പിടിച്ചുകൊണ്ട് അവർ ഉച്ചത്തിൽ തക്ബീർ മുഴക്കുമായിരുന്നു എന്ന് മഹാന്മാരായിട്ടുള്ള ഈ 2 സഹാബികളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മിനയിൽ കയറി നിന്ന് ഉച്ചത്തിൽ ദുൽഹജ്ജിന്റെ ആദ്യ ദിനങ്ങളിൽ അദ്ദേഹം തക്ബീർ ചൊല്ലും. പള്ളിയിലുള്ള ആളുകൾ ഉമർ റളിയല്ലാഹു തആലയുടെ തക്ബീർ കേട്ടിട്ട് അവർ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലും. അങ്ങാടിയിലുള്ള ആളുകൾ ഇവർ തക്ബീർ ചൊല്ലുന്ന ആ തക്ബീറിന്റെ ശബ്ദം കൊണ്ട് തെരുവുകളും അങ്ങാടികളും ചന്തകളും ആളുകൾ ഇടപാടുകൾ നടത്തുന്ന ഇടങ്ങൾ മുഴുവൻ തക്ബീറുകൾ കൊണ്ട് മുഖരിതമാകുമായിരുന്നു എന്ന് സഹാബാക്കളുടെ ആ ചര്യയെക്കുറിച്ച് വിശദീകരിക്കപ്പെടുന്നുണ്ട്. മഹാനായ താബിഈ വര്യൻ മൈമൂൻ ഇബ്നു മെഹ്റാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നത് അദ്റക്തുൻ നാസ വ ഇന്നഹും ലയുകബ്ബിറൂന ഫിൽ അശ്രി ഹത്താ കുന്തു ഉശബ്ബിഹുഹു ബിൽ അംവാജി മിൻ കസ്റതിഹാ. ദുൽഹജ്ജയിലെ ആദ്യത്തെ 10 ജനങ്ങൾ തക്ബീർ ചൊല്ലുന്നതായി ഞാൻ കണ്ടു. ആ തക്ബീറിന്റെ ആ ആരവവും ആ തക്ബീറിന്റെ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തെ ഉശബ്ബിഹുഹു ബിൽ അംവാജി മിൻ കസ്റതിഹാ, അതിൻ്റെ ആധിക്യം കാരണം ഞാനതിനെ തിരമാലകളോടായിരുന്നു അതിനെ സാമ്യപ്പെടുത്തിയിരുന്നത് എന്ന് മഹാനായ മൈമൂൻ ഇബ്നു മെഹ്റാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമസ്കാരത്തിന് ശേഷം, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം മാത്രം ആ തക്ബീറുകൾ ഉരുവിടുന്ന ഒരു പതിവായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ശൈലിയും രീതിയുമാണ് നമുക്കുള്ളത് എങ്കിൽ സഹാബാക്കൾ അവരുടെ ജീവിതത്തിൻ്റെ ഒഴിവ് സമയങ്ങളിൽ മുഴുവൻ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന മഹോന്നതമായ തക്ബീർ ഉയർത്താൻ അവർ പ്രത്യേകമായ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി അവരതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും സമയങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ആ 10 യഥാർത്ഥത്തിൽ അറഫയുള്ളത്. പാപമോചനത്തിൻ്റെ ദിവസമാണ് അറഫ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട്. അറഫാ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം,
മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്ചര്യപൂർവം ഈ മനുഷ്യന്മാരെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു തആല മലക്കുകളോട് പറയുമത്രേ, ഉൻളുറൂ ഇലാ ഹൗലാ, ഈ മനുഷ്യരിലേക്ക് നിങ്ങൾ നോക്കൂ. നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോയ സന്ദർഭത്തിൽ ഭൂമിയിൽ രക്തച്ചൊരിച്ചിലിന് നേതൃത്വം കൊടുക്കുന്ന, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് അവരെ നീ വിടുകയാണോ റബ്ബേ എന്ന് ചോദിച്ചവരല്ലേ നിങ്ങൾ. ഉൻളുറൂ ഇലാ ഹൗലാ, ഈ മനുഷ്യരിലേക്ക് നോക്കൂ. ജാഊനി ശുഅസൻ ഗുബ്ബറ, അവർ മുടി ജട പിടിച്ചുകൊണ്ട് ശരീരം മുഴുവൻ പൊടി പറത്തിക്കൊണ്ട്, ശരീരത്തിൽ മുഴുവൻ പൊടി പറ്റിപ്പിരിച്ചുകൊണ്ട് അവർ എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. യർജൂന റഹ്മതി, അവർ എൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് വന്നത്. വലം യറൂ ഇഖാബി, എൻ്റെ ശിക്ഷ അവരുടെ മുമ്പിൽ ഒരു പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നില്ല. എൻ്റെ കാരുണ്യം അത് പ്രതീക്ഷിച്ചുകൊണ്ട് വന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടില്ലേ എന്ന് മലക്കുകൾ അറഫ ദിവസത്തിൽ വിശ്വാസി സമൂഹത്തെ നോക്കിക്കൊണ്ട് മലക്കുകളോട് അഭിമാനം കൊള്ളുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അറഫ ഒരു തിരിച്ചറിവിൻ്റെ ഇടമാണ്. വിലക്കപ്പെട്ട കനി സ്വർഗത്തിൽ നിന്ന് തിന്ന് നിഷ്കാസിതരായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ ബീവിയും അവർ രണ്ടുപേരും കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞ്, അങ്ങനെ തിരിച്ചറിഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിൽ അറഫയ്ക്ക് അറഫ എന്ന് പേര് വന്നു എന്നൊരു ചരിത്രമുണ്ട്. രണ്ടാമത് അറഫയുടെ ഒരു പ്രത്യേകത, മനുഷ്യർ തെറ്റുകൾ ഏറ്റുപറഞ്ഞ്, കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുന്ന സ്ഥലമായതുകൊണ്ട് അൽ-ഇഅ്തിറാഫു ബിദ്ദുനൂബ്, പാപങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുക എന്ന അർത്ഥത്തിൽ അറഫ എന്നതിന് അങ്ങനെ പേര് വന്നു എന്ന് വിവക്ഷിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അറഫ എന്നാൽ തീർത്ഥാടകർ എന്ത് പ്രയാസവും സഹിച്ചുകൊണ്ട് ക്ഷമാപൂർവം നിലയുറപ്പിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ അറഫ എന്ന പേര് അതിന് വന്നു എന്ന് പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ജിബ്രീൽ അലൈഹിസ്സലാം ഹജ്ജ് കർമ്മം പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ജിബ്രീൽ അദ്ദേഹത്തോട് താങ്കൾക്ക് മനസ്സിലായോ എന്ന അർത്ഥത്തിൽ അറഫ്ത എന്ന് ചോദിച്ചപ്പോൾ അറഫ്തു, എനിക്ക് മനസ്സിലായി എന്ന അർത്ഥത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതിൻ്റെ പേരിലാണ് അറഫയ്ക്ക് പേര് വന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരണം നൽകാറുണ്ട്. അറഫയുടെ അർത്ഥം എന്ത് തന്നെയാണെങ്കിലും അറഫയെപ്പോലെ മനുഷ്യലക്ഷങ്ങളുടെ കണ്ണുനീർത്തുള്ളുകൾ ഇറ്റുവീഴുന്ന വേറൊരിടം ഈ ഭൂമിയിൽ ഇല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പാപങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പശ്ചാത്താപ വിവശരായ വിശ്വാസികളുടെ തപ്തനിശ്വാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഭൂമിയിലെ ഇത്രമേറെ നനഞ്ഞ ഒരിടം, ഒരു മഴയത്തും ഇത്രമേൽ ഭൂമി നിറഞ്ഞിട്ടേയില്ല, നനഞ്ഞിട്ടേയില്ല. അത് ഹാജിമാരുടെ കണ്ണുനീർ കൊണ്ട് അങ്ങനെ നനഞ്ഞുപോയ സ്ഥലമാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. പൈശാചികമായ ശൈത്താനിയായ വംശീയ ബോധം ദൈവീകമായ മാനവികതയുടെ മുമ്പിൽ തോറ്റുപോകുന്ന ഒരേ ഒരു ഇടം അത് ഭൂമിയിൽ അറഫ മൈതാനമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഹജ്ജിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഒത്തുകൂടുന്ന സ്ഥലത്തെ ആ ആത്മാർത്ഥമായിട്ടുള്ള മനുഷ്യരുടെ ചുടുനിശ്വാസങ്ങൾക്ക്, അവരുടെ പ്രാർത്ഥനകൾ അതിൻ്റെ സാക്ഷിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ജന്മമല്ല, കർമ്മവും ആദർശവുമാണ് മനുഷ്യൻ്റെ അന്തസ് എന്ന് ഇത്രമേൽ ബോധ്യപ്പെടുത്തപ്പെട്ട ഒരു സ്ഥലം അറഫ പോലെയില്ല. ആ അറഫ അതിൻ്റെ എല്ലാ പ്രാധാന്യവും ഉൾക്കൊള്ളുന്ന ദിനം ഈ ദുൽഹിജ്ജയിലെ, യഥാർത്ഥത്തിൽ ദുൽഹിജ്ജ 10 ദിനങ്ങളിൽ ഒരു ദിനത്തിൽ അറഫയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പിശാചിൻ്റെ ഒരു ന്യായത്തെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനോട് എന്തുകൊണ്ട് ആദമിന് സുജൂദ് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക്, എന്തേ ഞാൻ നിന്നോട് ആദമിന് സുജൂദ് ചെയ്തപ്പോൾ നീ സുജൂദ് ചെയ്തില്ല എന്ന പടച്ചവന്റെ ചോദ്യത്തിന്റെ മുന്നിൽ ഇബ്ലീസ് പറഞ്ഞ ന്യായം അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, ഞാനാണ് അവനേക്കാൾ മെച്ചം, നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അവനെ മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാൻ തീയിൽ കുരുത്ത് എനിക്ക് അസാധ്യമാണ് എന്ന വംശീയ ബോധത്തെ യഥാർത്ഥത്തിൽ ഞെരിച്ചമർത്തിക്കളയുന്ന ഇടമാണ് പരിശുദ്ധമായ അറഫ എന്ന് പറയുന്നത്.
അറഫാ ദിനത്തെ പോലെ ശൈത്താൻ നിന്ദ്യനും വഷളനും നിസാരനും കോപിഷ്ഠനുമാവുന്ന ഒരു ദിനം വേറെ ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മാ റുഇയ ശൈത്താനു യൗമൻ ഹുവ ഫീഹി അസ്ഗറു വലാ അദ്ഹറു വലാ അഹ്കറു വലാ അഗ്യലു മിൻഹു ഫീ യൗമി അറഫ. ജനലക്ഷക്കണക്കിന് മനുഷ്യർ പിശാചിന്റെ വംശീയ ബോധത്തെ അറഫയിൽ വെച്ച് കർമ്മം കൊണ്ട് കണ്ണുനീര് കൊണ്ട് ഇല്ലാതായി പോകുന്നത് യഥാർത്ഥത്തിൽ പിശാചിന് നോക്കി നിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അവൻ നിരാശനായി നാണം കെട്ട് നിൽക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ദുൽഹജ്ജിലെ 10 ദിവസങ്ങളിൽ വിശ്വാസികൾ അനുഷ്ഠിക്കുന്ന സവിശേഷമായ ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആൻ നമസ്കാരത്തോടൊപ്പം പലപ്പോഴും പറയാറുള്ളത് സക്കാത്തിനെ കുറിച്ചാണ്. നമസ്കാരത്തോടൊപ്പം നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞതിനോടൊപ്പം ഖുർആൻ ഒന്നിലധികം തവണ ആവർത്തിച്ച് പറഞ്ഞത് സക്കാത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ ബലിയെക്കുറിച്ച് പറയുന്നത് നമസ്കാരത്തോട് ചേർത്താണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. പ്രവാചകരെ, താങ്കൾ നമസ്കരിക്കുകയും വൻഹർ, താങ്കൾ ബലിയർപ്പിക്കുകയും ചെയ്യുക. നമസ്കാരത്തെയും ഉലഹിയ്യത്തെന്ന ത്യാഗ സമർപ്പണ സന്നദ്ധതയും ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉലഹിയ്യയുടെ കർമ്മം എത്രമേൽ നമ്മൾ ചുരുക്കിക്കളഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ 4 അക്ക ഗൂഗിൾ പേയിൽ തീർത്താൽ മാത്രം, അങ്ങനെ തീർത്താൽ മാത്രം തീരുന്ന ഒരു കർമ്മമാണോ, അല്ലെങ്കിൽ അത്രമേൽ ആത്മാവ് മരവിച്ചു പോയ ഒരു കർമ്മമാണോ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഉലുഹിയ്യ കർമ്മം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ഒരൊട്ടകത്തിൽ 10 പേർക്ക് ഷെയർ ചേരാം എന്നൊരഭിപ്രായം ഇമാം മാലിക് റഹ്മത്തുള്ളാഹിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ 100 ഒട്ടകത്തെ സ്വന്തം കൈകൊണ്ട് അറുത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 101ാമത് അറുക്കാൻ വേണ്ടി പോയപ്പോൾ തൻ്റെ കൈ കഴച്ചതുകൊണ്ട് മാത്രം അലി റളിയല്ലാഹു തആല അൻഹുവിന് ഒട്ടകത്തെ അറുക്കാനുള്ള കത്തി കൈമാറുന്ന ഒരു മഹോന്നതമായ മദീനയിലെ ചരിത്രം, പ്രവാചകന്റെ ഉലുഹിയ്യത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഉലുഹിയ്യത്തിന് സാക്ഷിയാകൽ, അതിൻ്റെ കഴുത്തിൽ കത്തിവെക്കൽ, ആ സമർപ്പണ സന്നദ്ധതയുടെ അടയാളങ്ങൾ 4 അക്ക ഗൂഗിൾ പേ നമ്പറിലൂടെ അല്ലെങ്കിൽ അക്കത്തിലൂടെ മാറിപ്പോയ ഒരു കാലത്ത് അതിൻ്റെ ആത്മാവ് മുസ്ലിം ഉമ്മത്ത് എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ ഗൗരവത്തിൽ നാം ആലോചിക്കേണ്ടതുണ്ട്. ഉലഹിയ്യത്ത് കർമ്മത്തിന് സാക്ഷികളാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഷെയർ കൊടുത്ത് അങ്ങനെ മാറി നിന്ന് അതിൻ്റെ ഓഹരി വരുന്നതും പ്രതീക്ഷിച്ച് കാത്തിരിക്കേണ്ട ഒന്നല്ല ഉലഹിയ്യത്ത്. ഉലഹിയ്യത്തിന് സാക്ഷിയാവണം. മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഖൂമി ഇലാ ഉൽഹിയ്യതികി, നീ നിന്റെ ഉൽഹിയ്യത്തിലേക്ക് എഴുന്നേൽക്കൂ. ഫഷ്ഹദീഹ, നിന്റെ ഉരുവിൻ്റെ ആ ബലിയർപ്പണത്തിന് നീ സാക്ഷിയാകൂ. ഫഇന്നഹു യുഗ്ഫറു ലക ഇൻദ അവ്വലി ഖത്റത്തിൻ മിൻ ദമിഹാ കുല്ല ദംബിൻ അമിൽതീഹി, നീ ചെയ്ത എല്ലാ കർമ്മങ്ങളും അതിൻ്റെ ആദ്യ തുള്ളി ഭൂമിയിൽ വീഴുന്നതിന് മുമ്പേ നിന്റെ സാക്ഷിത്വത്തിന്, നിന്റെ പാപപരിഹാരത്തിന് ഇത് കാരണമാവുമെന്ന് മഹദി പ്രിയപ്പെട്ട ഫാത്തിമയോട്, മകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹയോടും റസൂലിന്റെ വാക്ക് മറിച്ചൊന്നായിരുന്നില്ല. യാ ആയിഷ ഹലുമ്മിൽ മുദിയ, ആയിഷ കത്തിയെടുക്കൂ. ഇഷ്ഹദീഹ ബിഹജറിൻ, അതിനെ ഒരു കല്ലിലിട്ട് അതിനെ മൂർച്ച വരുത്തൂ. ആയിഷ റളിയല്ലാഹു തന്നെ പറയുന്നുണ്ട്, ഫഫഅൽതു സുമ്മ അഖദഹ വഅഖദൽ കബ്ശ ഫഅൽജഅഹു, ആടിനെ പിടിച്ച് റസൂൽ തന്നെ അതിനെ നിലത്ത് കിടത്തി. സുമ്മ ദബഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൽഹിയ്യത്തിനെ അറുത്തു. സുമ്മ ഖാല ബിസ്മില്ലാഹി അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ വമിൻ ഉമ്മത്തി മുഹമ്മദിൻ. പ്രവാചകന്റെ മഹനീയമായ ഉൽഹിയ്യയിൽ റസൂൽ ആരെയൊക്കെ പങ്കുചേർക്കുന്നു എന്നത് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം. അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ, ഇത് മുഹമ്മദിൽ നിന്ന് സ്വീകരിക്കണമേ. വ ആലി മുഹമ്മദിൻ, മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്ന് സ്വീകരിക്കണമേ. വമിൻ ഉമ്മത്തി മുഹമ്മദിൻ, എൻ്റെ ഉമ്മത്തിലെ പാവങ്ങളായ സഹോദരങ്ങളിൽ നിന്നും നീ ഈ ഉൽഹിയ്യ സ്വീകരിക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ പിടിച്ച് മറിച്ചിടുന്ന ആ രംഗത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉൽഹിയ്യയുടെ കർമ്മം അങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള ഒരമലായി, മുസ്ലിം ഉമ്മത്തിൽ ആത്മാംശം നഷ്ടപ്പെട്ടു പോയ ഒരു അമലായി
യഥാർത്ഥത്തിൽ ഉലഹിയ മാറിയിട്ടുണ്ട്. ശേഷിയുണ്ടായിട്ടും ഉലഹിയ നിർവഹിക്കാത്ത ആളുകൾ, ദുൽഹജ്ജിലെ 10 ദിനങ്ങൾ നിർവഹിക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ കർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ വജദ സഅതൻ ഫലം യുലഹി ഫലാ യഖ്റുബന്ന മുസല്ലാന. ആരെങ്കിലും ഉലഹിയ്യത്ത് കർമ്മം നിർവഹിക്കുവാനുള്ള സാമ്പത്തിക വിശാലത ഒരാൾക്കുണ്ടായിരിക്കെ അയാളത് നിർവഹിക്കുന്നില്ലെങ്കിൽ അവൻ ഫലാ യഖ്റുബന്ന മുസല്ലാന, നമ്മുടെ ഈദ്ഗാഹിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി അവൻ വരേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഉലഹിയത്ത് എന്തിനാണ് അറുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഉലഹിയത്ത് ഒരാചാരം പോലെ അതങ്ങനെ സംഭവിക്കുന്നു എന്നതിനും അപ്പുറത്ത് അതിൻ്റെ ആത്മാവ് പോലും മുസ്ലിം ഉമ്മത്ത് മറന്നുപോയിരിക്കുന്നു. എല്ലാറ്റിനും മീതെ എൻ്റെ റബ്ബ്, എല്ലാ സ്നേഹങ്ങൾക്കും മീതെ എൻ്റെ റബ്ബിനോടുള്ള സ്നേഹം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉറപ്പുവരുത്തുന്നതിൻ്റെ സിംബോളിക്കായിട്ടുള്ള കർമ്മമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ അനുപമമായിട്ടുള്ള ബലിയർപ്പണം എന്ന് പറയുന്ന ഇബാദത്ത്. ആരെങ്കിലും കൊണ്ടുപോയി ബലിക്കല്ലിൽ കൊണ്ടുപോയി അറുത്തിടുന്നതിൻ്റെ പേരല്ല. എൻ്റെ റബ്ബിനോടുള്ള സ്നേഹം എല്ലാ സ്നേഹങ്ങളെക്കാളും ചൂഴ്ന്നു നിൽക്കുന്നു എന്ന ബോധവും അതിനനുസരിച്ചുള്ള കർമ്മവുമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അദ്ദേഹത്തെ നയിച്ചത്, അള്ളാഹുവിൻ്റെ ഖലീലാക്കി മാറ്റിയത്. അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, അള്ളാഹുവിനെ ഉത്കടമായി സ്നേഹിക്കാൻ, ഹൃദയത്തിൽ അള്ളാഹുവിനൊരു സ്ഥാനം നൽകാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറായതിൻ്റെ സിമ്പലാണ് ബലിയർപ്പണം, ഉലഹിയത്ത് എന്ന് പറയുന്നത്. ഇബ്ലീസ് അയാൾ തോറ്റത് ഒന്നാം തീയതി അയാൾ തോറ്റത് ഈ സന്നദ്ധതയില്ലായ്മയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ 1-ാമത്തെ തീയതിയിൽ അദ്ദേഹം വിജയിച്ചത് അള്ളാഹു കൽപ്പിച്ചാൽ എൻ്റെ മകനെയും ഞാൻ അറുക്കും എന്ന അദ്ദേഹത്തിൻ്റെ സുനിശ്ചിതമായ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ നിന്നാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരു ന്യായവും ഒരു യുക്തിയും സ്വീകാര്യമല്ല എന്ന പാഠം പഠിപ്പിക്കുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉലഹിയ്യത്തിലൂടെ. എല്ലാ ന്യായത്തിനും എല്ലാ യുക്തിക്കും മീതെയാണ് അള്ളാഹു എന്ന് അംഗീകരിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ തൗഹീദ് പൂർണ്ണമാകൂ. തികഞ്ഞ ഏകദൈവ വിശ്വാസി എന്ന നിലയ്ക്കുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രബലിക്കുള്ള സന്നദ്ധതയെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ നാൾ വഴികൾ ഓരോന്നും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുതിയ കാലത്ത് ബലിമൃഗത്തെ പ്രദർശിപ്പിക്കുന്നു. വലിയ ബലിമൃഗം ഒരു മഹല്ലിലുണ്ടെങ്കിൽ ആ ബലിമൃഗത്തെ ഇങ്ങനെ ആളുകൾ തലേ ദിവസം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. ബലിമൃഗത്തിൻ്റെ തൂക്കത്തിലും വലിപ്പത്തിലും മേനി നടിച്ചിരുന്നു ജാഹിലിയ കാലത്തെ അറബികൾ. വിശുദ്ധ ഖുർആൻ ബലിയുടെ ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്ത് ആയത്ത് പറയുന്നുണ്ട്, അറുക്കുന്ന ആളുടെ ഗാംഭീര്യമോ ബലിമൃഗത്തിന്റെ വലിപ്പമോ അല്ല, ബലി നിർവഹിക്കുന്ന ആളുടെ മനസ്സിന്റെ വലിപ്പം എത്രയുണ്ട് എന്നതാണ് പടച്ചവന്റെ അടുക്കൽ സ്വീകാര്യമായ ഉൽഹിയത്ത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഒരു കൂട്ടം കശാപ്പുകാരെ അല്ല അള്ളാഹുവിന് ആവശ്യം. ബലി എന്നത് അതൊരു പ്രതീകമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തന്നെ എന്താണോ തടയുന്നത്, പടച്ചവനെ കീഴ്പ്പെടുന്നതിൽ ഏതെല്ലാം പ്രതിബന്ധങ്ങളാണോ തൻ്റെ മുമ്പിലുള്ളത്, ആ മുമ്പിൽ വരുന്ന പ്രതിബന്ധങ്ങളുടെ വേരറുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ബലിയുടെ മർമ്മം എന്ന് പറയുന്നത്. ഞാൻ ഉലഹിയ മൃഗത്തിൻ്റെ ഉരുവിൻ്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോൾ, അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ നിന്ന് എന്നെ തടയുന്ന എൻ്റെ മക്കൾ, എൻ്റെ സമ്പത്ത്, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ ഭൗതികമായ ആവശ്യങ്ങളൊക്കെയും നിന്റെ താല്പര്യത്തിൻ്റെ മുമ്പിൽ ഞാൻ അറുക്കുന്നു എന്ന നിയ്യത്തായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അതിൻ്റെ പേരിൽ ഉണ്ടാവേണ്ടുന്നത്. അങ്ങനെ തൻ്റെ നാട്ടിലെ ഇബ്രാഹീമും തൻ്റെ നാട്ടിലെ ഇസ്മായിലും തൻ്റെ നാട്ടിലെ ഹാജറയും ആയി മാറാനുള്ള ഏറ്റവും അസുലഭമായ നിമിഷമാണ് പരിശുദ്ധ കഅബാലയത്തിൽ ഹജ്ജിനെത്താത്ത നമ്മളെപ്പോലെയുള്ള സാധുക്കൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹജ്ജിൻ്റെ ഈ 10 ദിനങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ദുൽഹജ്ജിൻ്റെ ദിനങ്ങളെ വളരെ ജാഗ്രതയോടുകൂടി ഈ 10 ദിവസങ്ങളിലെങ്കിലും പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനെ നിരന്തരമായി പടച്ചവനെക്കുറിച്ചുള്ള ജാഗ്രതാബോധത്തോടുകൂടി ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ ഈ ദുൽഹജ്ജിലെ 10 ദിനങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി അതിൻ്റെ പുണ്യം മനസ്സിലാക്കിക്കൊണ്ട് അമലുകൾ കൊണ്ട്
കർമ്മനിരതരാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.